മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സമൂഹത്തിൽ ഏറ്റവും നന്നായി പെരുമാറിയിട്ടുള്ള ആൾ എന്ന് നമുക്ക് ചരിത്രം ഉദ്ധരിച്ച് തന്നെ പറയാൻ വേണ്ടി കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുള്ള ആരും നബിതങ്ങളുമായി പിരിയാറുണ്ടായിരുന്നില്ല. വലിയ താല്പര്യത്തിലാണ്. രാത്രി ഉറങ്ങാൻ പോകാതെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആവശ്യമായ ഖിദ്മത്ത് എടുത്തുകൊണ്ട് അവർ കൂടിയതിൻ്റെ കാരണം അവിടുത്തെ പെരുമാറ്റത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വശങ്ങളാണ് എന്ന് കാണാം. പരിശുദ്ധ ഖുർആനിൽ വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്. നബിയെ, നിങ്ങൾ കഠിന ഹൃദയൻ ആകുമായിരുന്നെങ്കിൽ ആളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു. വളരെ മാർദ്ദവമുള്ള ലോലമായ പെരുമാറ്റത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണാം. മിത്രങ്ങളോട് മാത്രമായിരുന്നില്ല ഈ സമീപനം, ശത്രുക്കളോടും നബി തങ്ങൾ അങ്ങനെയാണ് സമീപിച്ചിരുന്നത്. അല്ലെങ്കിലും മിത്രത്തോടുള്ള പെരുമാറ്റത്തിൻ്റെ രീതി നോക്കിയിട്ടല്ല ഒരാൾക്ക് മാർക്കിടുന്നത്, ശത്രുവിനോടുള്ള പെരുമാറ്റത്തിൻ്റെ രീതി നോക്കിയിട്ടാണ് മാർക്കിടുന്നത്. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ മാതൃകകൾ കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, പ്രസന്നമായ മുഖഭാവത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുക എന്നത് തന്നെയാണ്. തൊലാഖത്തുൽ വജ്ഹി മിനൽ ഈമാൻ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. മുഖത്തുള്ള പ്രസന്നത ഒരാളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട് എന്നതിൻ്റെ അടയാളമാകുന്നു. രണ്ടാമതൊരു കാര്യം, നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സലാം പറയുക എന്ന മര്യാദ പാലിക്കുക എന്നത് സദസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. മൂന്നാമത്തെ ഒരു പെരുമാറ്റത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ആളുകളുടെ ആകർഷണീയമായ പേരിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി കഴിയണം. അതായത് എനിക്ക് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന പേരല്ല വിളിക്കേണ്ടത്, കേൾക്കുന്ന ആൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പേര് കൊണ്ടാണ് ഓരോ ആളുകളെയും അഭിസംബോധനം ചെയ്യേണ്ടത്. നാലാമത്തെ ഒരു കാര്യം, ഒരാളെയും ഒരു സദസ്സിലും വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നതാണ്. മനുഷ്യൻ്റെ അഭിമാനത്തിന് വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ നടത്തിയ പ്രസംഗത്തിൽ മനുഷ്യൻ്റെ അഭിമാനത്തിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആരെയും മോശക്കാരായി കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെയും പടച്ചിട്ടുള്ളത് ഓരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വെറുതെ ആരുമില്ല. നമ്മൾ പൊട്ടനാണ്, മണ്ടനാണ് എന്നൊക്കെ വിചാരിക്കുന്ന പലരെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകളെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറണം. എൻ്റെ മാർക്ക് വെച്ചുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് പെരുമാറേണ്ടത്, നിങ്ങളുടെ മാർക്ക് വെച്ചുകൊണ്ടാണ് നിങ്ങളോട് പെരുമാറേണ്ടത്. നിങ്ങൾക്ക് മാർക്കിടേണ്ട ഞാനല്ല, നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. ഒരു സമൂഹത്തിൽ ഒരാൾക്ക് എത്രയാണോ മാർക്കുള്ളത് ആ മാർക്ക്, അതിനാണ് പ്രതിപക്ഷ ബഹുമാനം എന്ന് നമ്മൾ പറയുന്നത്. പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ പെരുമാറാൻ കഴിയുക എന്നത് പ്രധാനമുള്ള കാര്യമാണ്. സംസാരത്തെക്കുറിച്ച് പറയുമ്പോൾ സംസാരിക്കാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാനുള്ളത് സംസാരം ഒഴിവാക്കാനാണ്. എന്തെല്ലാം പറയണം എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തെല്ലാം പറയാതിരിക്കണം എന്നത്. അത് നമ്മളിങ്ങനെ എണ്ണിയാൽ അധികം പറയാൻ പാടില്ലാത്തതാണ്. ചീത്ത പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. ഗീബത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരനെക്കുറിച്ച് അയാൾക്കിഷ്ടമില്ലാത്തത് പറയുക, ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ. നമീമത്ത് എന്ന് പറഞ്ഞാൽ പരദൂഷണം പറയുക. പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരാളോട് പറയുന്നതിനാണ് നമീമത്ത് എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞ തന്നെയാണ്, എന്നാൽ പോലും അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ പറയാൻ പാടില്ല, ഫിത്തിന ഉണ്ടാവുമെങ്കിൽ പറയാൻ പാടില്ല. ഇതിനാണ് നമീമത്ത് എന്ന് പറയുന്നത്. ചീത്ത പറയാൻ പാടില്ല, ശപിക്കാൻ പാടില്ല, എരക്കാൻ പാടില്ല. എരക്കം എന്ന് പറഞ്ഞാൽ യാചനയുടെ മേലുള്ളൊരു വാക്കാണ്. യാചനക്കൊരു പരിധിയുണ്ട്, എരക്കൊരു പരിധി വിട്ട പരിപാടിയാണ്. അപ്പോൾ ഒരാളോട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാളോട് ചോദിക്കാം, പക്ഷെ അതൊരു പരിധി വെച്ചേ ചോദിക്കാൻ പാടുള്ളൂ. എരക്കാൻ പാടില്ല, ശപിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. അങ്ങനെ നമ്മളിങ്ങോട്ട് എണ്ണിയാൽ പറയാൻ പാടില്ലാത്തതിൻ്റെ പട്ടിക ഒരുപാട് നീണ്ടുപോകും. എത്രത്തോളം ഒരാൾ സംസാരിക്കാതിരിക്കുന്നുവോ അത്രത്തോളമാണ് ഒരാളുടെ ക്വാളിറ്റിയെ കണക്കാക്കുന്നത്. സംസാരിക്കുകയാണെങ്കിൽ 8 കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരാൾ സംസാരിക്കേണ്ടത്. ഒന്ന്, ഈ കാര്യം പറയേണ്ടതാണോ? രണ്ടാമത്തേത്, ഈ കാര്യം ഞാൻ തന്നെ പറയേണ്ടതാണോ? മൂന്നാമത്തേത്, ഈ കാര്യം ഇപ്പോൾ പറയേണ്ടതാണോ? നാലാമത്തേത്,
ഈ കാര്യം പറയുമ്പോൾ ഏതെല്ലാം വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. 5-ാമത്തെ കാര്യം, ഈ വാക്ക് ഉപയോഗിച്ചാൽ ആർക്കെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ? 6-ാമത്തെ കാര്യം, ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? 7-ാമത്തെ കാര്യം, ഇത് മറ്റാരെങ്കിലും ആക്ഷേപിക്കലായിത്തീരുമോ? 8 കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷമാണ് ഒരാൾ ഒരു വാക്ക് പറയേണ്ടത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദുൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ പ്രായമുള്ളവർ പറയും 32 പല്ലുകൾക്കുള്ളിൽ ഒരു നാവിനെ വെച്ചത് വെറുതെ അല്ല. തീർച്ചയായും സംസാരിക്കുക എന്നതിനേക്കാൾ സംസാരിക്കാതിരിക്കുക എന്നതാണ് പ്രാധാന്യമുള്ളത്. അല്ലെങ്കിലും നമ്മൾ സാധാരണ എക്സ്ട്രാ പേഴ്സണാലിറ്റി എന്ന് പറയാറുണ്ട്. ഒരാൾ എക്സ്ട്രാ പേഴ്സണാലിറ്റി ആണെന്ന് പറയും. കുട്ടികളെക്കുറിച്ചൊക്കെ അധികം പറയും. നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാണ് നമ്മൾ എക്സ്ട്രാ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ എക്സ്ട്രാ പേഴ്സണാലിറ്റി അതല്ല, മൗനം വാചാരമാക്കാൻ കഴിയുള്ളതാണ് എക്സ്ട്രാ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. ഒരാൾ സംസാരിച്ചു എന്നതല്ല, സംസാരിച്ചില്ല എന്നതായിരിക്കണം അസ്വസ്ഥതയുണ്ടാകുന്നത്. ഒരാൾ ചീത്ത പറഞ്ഞു എന്നുള്ളത് മറ്റൊരാൾക്ക് അസ്വസ്ഥത ആകുന്നതിനേക്കാൾ അയാളൊന്നും പറഞ്ഞില്ലല്ലോ എന്നത് അസ്വസ്ഥത. അതാണ് മൗനം വാചാരമാക്കുക. അതാണ് ഏറ്റവും വലിയ കഴിവ്. ഈ സ്ഥലത്ത് മൊത്തത്തിൽ കുറേ പേര് ഇരിക്കുന്നിടത്ത് നമ്മുടെ ഇരുത്തത്തിലും ഒരു ഇതുണ്ടല്ലോ. ചില ആളുകൾ വന്നിട്ട് എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ല എന്നൊരു രീതിയിലിരിക്കും. ചിലർ വന്നിട്ട് വല്ലാതെ ഇങ്ങനെ ഞാൻ പാവമാണ്, എന്നെ ഒന്നും ചെയ്യരുതെന്നുള്ള രീതി. ശരിക്കും എന്താണ് ഒരു സദസ്സിൽ നമ്മളെങ്ങനെ ഇരിക്കും? ഓരോരുത്തരുടെയും സ്ഥാനത്തിനനുസരിച്ചാണ് ഇരിക്കേണ്ടത്. അതായത് ജനങ്ങൾക്കിടയിൽ സ്വാധീനവും വലിയ പദവിയും അംഗീകാരവും ഉള്ള ആൾ അതിനനുസരിച്ചുള്ള പൊസിഷൻ തിരഞ്ഞെടുത്തിരിക്കണം. എല്ലാവരും മുൻനിരയിൽ ഇരിക്കുക എന്നുള്ളതല്ല. എന്നാൽ മുൻനിരയിൽ ഇരിക്കേണ്ട ഒരാൾ ബാക്കിൽ പോയിരിക്കാൻ പാടില്ല. അയാൾ മുന്നിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. അല്ല, ഓവർ വിനയം കൊണ്ട് ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഓവർ വിനയം എന്ന് പറയുന്നത് കാര്യലാഭങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനിയിപ്പോൾ ഇതെന്ന് മാത്രമല്ല, ഏത് സാധനം ഓവറായാലും അത് കാര്യലാഭത്തിനായിരിക്കും. അതുകൊണ്ട് വിനയേ വേണ്ടതുള്ളൂ, ഓവർ വിനയം വേണ്ടതില്ല. സദസ്സിൽ ഒഴിവുള്ള സ്ഥലത്താണ് ഇരിക്കേണ്ടത്. ആരെയും എഴുന്നേൽപ്പിച്ചിരിക്കാൻ പാടില്ല. അത് പെരുന്നാൾക്ക് പള്ളിക്ക് ചെന്നപ്പോൾ മുന്നത്തെ സഫിൽ കുട്ടികളാണ്, അപ്പോൾ ഓലെ കാട്ടി വിട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിലും പറ്റില്ല. ഒരു സ്ഥലത്ത് ഒരാൾ ഇരുന്നാൽ അയാൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി മടങ്ങി വരുമ്പോൾ ആ സ്ഥലം അയാൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. അവിടെ വേറൊരാൾ കയറിയിരിക്കാൻ പാടില്ല, അത് അയാൾക്ക് തന്നെ കൊടുക്കണം. സ്ഥിരമായി ഒരാൾ ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം അയാൾക്ക് തന്നെ മാറ്റിവെക്കണം. മദീനത്തെ പള്ളിയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ സ്ഥിരമായി ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ സഹാബത്ത് ആരും ഇരിക്കാറുണ്ടായിരുന്നില്ല. ആ സ്ഥലം മഹാനവറുകൾക്ക് വേണ്ടി മാറ്റിവെക്കലായിരുന്നു പതിവ്. സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ചെയറുകളുണ്ട്. അത് ആ സ്ഥാനത്തുള്ള ആളെ ഇരിക്കാവും. ഇപ്പോൾ ഒരു ഓഫീസിലെ പ്രധാന ചെയറിൽ ഇരിക്കുന്നത് മാനേജറാണ്. അയാളുടെ ഗുരുനാഥൻ വന്നാൽ എഴുന്നേറ്റൊന്ന് സ്വീകരിക്കാം, പക്ഷേ ചെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ചെയർ ഗസ്റ്റിനുള്ള ചെയറേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അവനാൻ്റെ ചെയർ അവരവർക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരുന്ന സമയത്ത് വിശാലത ചെയ്യുക എന്നത് നേരത്തെ സദസ്സിലുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. ഒരാൾ വരുന്നുണ്ട്, അയാൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. മുതിർന്നവർക്ക് മുൻനിര നൽകി അല്ലാത്തവർ ബാക്കിലേക്ക് മാറണം. അത് മുൻനിര കാലിയാക്കിയിട്ടുണ്ടാവരുത്. മുൻനിരയിൽ ഇരിക്കാനുള്ള ആളുകൾ വരുമ്പോൾ ബാക്കിലേക്ക് മാറുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. അറിയുന്ന ആളുകൾ, ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് വന്ന് അയാൾക്ക് ആ സ്ഥലത്ത് ഇരിക്കുമ്പോൾ പ്രത്യേകമായൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അയാൾ ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അറിയുന്ന ഒരാൾ ആ സ്ഥലം അയാൾക്ക് വേണ്ടി താൽക്കാലികമായി ഒഴിച്ചിടണം. പിന്നെ അവസാനം നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് ഒഴിച്ചിടാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ആ സീറ്റ് ഫില്ലാക്കേണ്ടത്. വഴിയിലെ 1-ാമത്തെ മര്യാദ വഴി ചോദിക്കുന്ന ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെ. യാത്രക്കാരായ കുറേ ആളുകൾ വരും, കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കണം. ചില ആൾക്കാർ വഴി പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അവിടെ എത്തും. ചില ആൾക്കാർ വഴി പറഞ്ഞു തന്നാൽ ഇങ്ങനെയാണ്ട് 1 കിലോമീറ്റർ പോയിട്ട് പിന്നൊന്ന് ചോദിച്ചാലേ എന്നാണ്. അതിനിപ്പോൾ ഇയാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ കറക്റ്റായിട്ട് കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കുക. അത് ചിലർക്ക് അതിന് ഭയങ്കര കഴിവുണ്ടായിരിക്കും. അപ്പോൾ അത് വഴിയിൽ നിൽക്കുന്ന ആളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് വഴി അന്വേഷിക്കുന്നവർക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നത്. 2-ാമത്തെ ഒരു കാര്യമാണ് സലാം പറഞ്ഞാൽ മടക്കുക. വരുന്നവരും പോണവരൊക്കെ സലാം പറയുക, അതിങ്ങനെ മടക്കിക്കൊണ്ടേയിരിക്കണം. അതിന് ഒഴിവില്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ നിൽക്കരുത് എന്നുള്ളതാണ്. സലാം പറഞ്ഞാൽ മടക്കുക. 3-ാമത്തത് വഴിയിൽ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് തുമ്മിയ ആൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാ എന്ന് അതിന് മറുപടിയായിട്ട് പറയുക എന്നുള്ളത്. 4-ാമത്തെ കാര്യം കണ്ണ് ചിമ്മുക എന്നാണ് അതിന് പ്രയോഗിക്കുക. കണ്ണ് ചിമ്മുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് നോക്കാതിരിക്കുക. സ്ത്രീകളെ ആവശ്യമില്ലാതെ നോക്കാതിരിക്കുക, അന്യരുടെ ഭാര്യമാരെ നോക്കാതിരിക്കുക. ഇനി അതെന്ന് മാത്രമല്ല, നോക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും.
എല്ലാ കാര്യവും എല്ലാവരും കാണാൻ പറ്റുന്നതും നോക്കാൻ പറ്റുന്നതും അല്ല. ആളുകൾ മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യാത്രയിൽ മറക്കാൻ കഴിയാത്തതുകൊണ്ട് വിഷമിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറുതെ എത്തിപ്പാളി നോക്കുന്ന ഒരു സമീപനം ഉണ്ടാകും പാടില്ല. ഈ 4 കാര്യങ്ങളാണ് വഴിയുടെ പ്രധാനപ്പെട്ട മര്യാദകൾ. വഴിയോട് നമ്മൾ വലിയ നീതി കാണിക്കേണ്ടതുണ്ട്. വഴിയിൽ വെച്ചുകൊണ്ട് ശണ്ട കൂടുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ മോശമാണ്. മോശപ്പെട്ടതിനെ ആസ്വദിക്കലും മോശമാണ്. ഒരു സംഗതി മോശമാണെങ്കിൽ പിന്നെ ആ മോശത്തെ വേറൊരാൾ ആസ്വദിക്കുന്നതും മോശമാണ്. അതുകൊണ്ട് നമ്മൾ വഴിയിൽ നിൽക്കുന്നത് നമുക്ക് മാത്രം ഉൾക്കൊള്ളാവുന്ന കാര്യത്തിനായാൽ പോരാ, മറ്റുള്ളവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾക്കാണ് ഒരാൾ വഴിയിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ 4 മണിക്ക് ഒരാൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ഒരാൾ ചോദിച്ചു എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ സ്കൂൾ വണ്ടി വരാണ്ട് പേരക്കുട്ടി അതിൽ വന്നിറങ്ങും എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായി അത് ശരിയാണ്, പേരക്കുട്ടി നഴ്സറി പഠിക്കുകയാണ്, കുട്ടി വരുമ്പോൾ ഇവിടെ നിൽക്കേണ്ടത് തന്നെയാണ്. കേൾക്കുന്നവർക്ക് കൂടി ബോധ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ വഴിയിൽ തങ്ങേണ്ടത്. അല്ലെങ്കിൽ വീടാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മനുഷ്യന് വെറുതെ ഇരിക്കാനോ ആസ്വദിക്കാനുള്ള ഇടം വീടുകളാണ്. ആവശ്യത്തിന് മാത്രം. നമ്മൾ സാധാരണ അങ്ങാടിയിൽ ഒരാൾ നിൽക്കുന്നുണ്ടാൽ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പണിയില്ല അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് എന്ന് പറയും. വാസ്തവത്തിൽ ഒരു പണിയില്ലാത്തപ്പോൾ പോകാനുള്ള സ്ഥലമല്ല അങ്ങാടി, ഒരു പണിയില്ലെങ്കിൽ പോകാനുള്ള സ്ഥലം വീടാണ്. ഭക്ഷണ മര്യാദകളിൽ ഇപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും പറഞ്ഞു വരുന്നതാണ് 2 കൈയും വായയും കഴുകുക, മുൻവശത്തു നിന്ന് മാത്രം കഴിക്കുക, ബിസ്മി ചൊല്ലുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇബാദത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്യുക. അമിതമായി വയറ് നിറക്കാതിരിക്കുക. വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കുക. ഇതാണ് മൊത്തത്തിൽ നമ്മൾ ഭക്ഷണ മര്യാദകളെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. സദസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുറേയും കൂടിയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, വീട്ടുകാരനാണ് ആദ്യം കൈ കഴുകേണ്ടത് ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടുകാരൻ അവസാനമാണ് കൈ കഴുകേണ്ടത്. ഭക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലേണ്ടത് ഉറക്കെയാണ്. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ചൊല്ലേണ്ടത് പതുക്കെയാണ്. ഭക്ഷണത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും നല്ലത് ചീത്ത തുടങ്ങിയ ചർച്ച ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണമായിട്ട് ഇറച്ചി, മീൻ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പ്രസ്താവന ഇറക്കുകയാണ്, അത് നല്ലതാണ്, മറ്റേതാണ്, അങ്ങോട്ടാണ്. ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും, അവർ കഴിക്കട്ടെ. ഇനി വേണമെന്ന് ചോദിച്ചാൽ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ വേണ്ടെന്ന് പറയരുത്. വേണ്ടവരുണ്ടായിരിക്കാമല്ലോ, അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കഴിക്കുക എന്നുള്ളതാണ്. ഒരു സംഭവം ഓർമ്മ വരികയാണ്. എനിക്ക് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഇതിൽ നിന്നൊരു സംഭവം. ആര് വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം വേണമെന്ന് ചോദിച്ചാലും വേണ്ടെന്ന് പറയില്ല. എന്താ ഭക്ഷണം എന്ത് വേണേലും ഉണ്ടായിക്കോളി എന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഉസ്താദ് കഴിക്കില്ല. അപ്പോൾ ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനെ എല്ലാവരോടും എന്തിനാ ഭക്ഷണം വേണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നാൽ പറഞ്ഞൊരു മറുപടി, നമ്മുടെ പേരിൽ അന്ന് വീട്ടുകാർക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്നാണ്. നമുക്ക് വേണ്ടിയിട്ട് അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കും. നമ്മളൊന്ന് രേഷൻ കഴിച്ചാണ്ട് പോന്നാൽ ബാക്കി വീട്ടുകാർക്ക് കഴിക്കാം. നമ്മളൊന്നും ചെല്ലണില്ലെങ്കിൽ അന്ന് ആ ഭക്ഷണം അവിടെ ഉണ്ടാക്കില്ല. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്, വലിയൊരു സംഭവമാണ്. ബറക്കത്തുണ്ടാവാനുള്ള നിർദ്ദേശം അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ മനസ്സാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഭക്ഷണത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞത് ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് അതിൽ പ്രധാനമായും. അപ്പോൾ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് അത് കഴിക്കാനുള്ള ആളുകളെ അവരുടെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും മനസ്സിൽ കാണണം. 100 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരാൾ മനസ്സുകൊണ്ട് വിചാരിച്ചുണ്ടാക്കിയാൽ അത് 100 ആൾക്ക് കഴിക്കാനുണ്ടാവും എന്നതാണ്. അപ്പോൾ മനസ്സതിൽ ഇത് തന്നെയാണ്. ഈ മനസ്സിൻ്റെ സാന്നിധ്യത്തെ തന്നെയാണ് ഭക്ഷണത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞത്. പിന്നെ ബറക്കത്തുള്ള ചില ഭക്ഷണങ്ങൾ ഹദീസിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. തേന് ബറക്കത്തുള്ള ഭക്ഷണമായിട്ട് എണ്ണിയിട്ടുണ്ട്. ഉപ്പ് ബറക്കത്തുള്ള ഭക്ഷണമായിട്ട് എണ്ണിയിട്ടുണ്ട്. ചീരകൾ ബറക്കത്തുള്ള ഭക്ഷണമായിട്ട് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നല്ലതാണ് ഭക്ഷണത്തിൽ. ഉപ്പ് നമ്മളെല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട്, നല്ലതാണ്. ബറക്കത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാവുമ്പോൾ ഉപ്പ് ആദ്യം ചേർക്കലിനെ പലരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചില ഭക്ഷണങ്ങളിൽ അവസാനമാണ് ഉപ്പ് ചേർക്കാറുണ്ട്. ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം പറഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് എന്നാണ്. അപ്പോൾ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ, ചോറുണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ഒരല്പം ഉപ്പിടുക, പിന്നെ വെള്ളം ഒഴിക്കുക, പിന്നെ പതച്ച് വരുമ്പോൾ അരിയിടുക. അങ്ങനെയാണ് ഒരു നല്ല രീതി. ഒരുപക്ഷെ ബർക്കത്തിന് വേണ്ടി അല്പം ഇട്ട് പിന്നെ മതി. ബർക്കത്തിന് വേണ്ടി അല്പം ഇട്ടിട്ട് പിന്നെ ബാക്കി ഇട്ടാൽ മതി. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി ഒരല്പം ഉപ്പ് ആദ്യം കഴിച്ചിരുന്നു എന്നും അത് എല്ലിന് ബലം കൂടാൻ ഉപകാരപ്പെടുന്നതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.
ആദ്യം ഉപ്പ് ആദ്യം കഴിച്ചതിന് മേലെ ഭക്ഷണം കഴിക്കുകയാണ്, അല്ലാതെ ഭക്ഷണത്തിൽ പിന്നെ ഉപ്പിടലില്ല. ഭക്ഷണത്തിലിടുന്ന ആ ഉപ്പാണ് ആദ്യം കഴിക്കുന്നത്. അവസാനമായി പറയാനുള്ള ഒരു കാര്യം, എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇബാദത്തുകൾ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന മനക്കരുത്തോടു കൂടി, എന്ന മനസ്സിലെ വിചാരത്തോടു കൂടി എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, ചെറുതാവട്ടെ വലുതാവട്ടെ, എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആ ഒരു മാനസിക തലത്തിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നതാണ് പ്രധാനം. നമ്മൾ ഇതിനിപ്പോൾ ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിലും ഈ മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം തിരിച്ച് കിട്ടിയിട്ട് എന്ത്, ആ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ശിഷ്ടകാലം അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ മരുന്ന് കഴിക്കുന്നു. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ടും ജീവിക്കാനും അതിന് ശക്തി കിട്ടാനും വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഈ നിയ്യത്തോടുകൂടി ഭക്ഷണം കഴിക്കുക. വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഉറങ്ങുമ്പോൾ വയറ് നിറച്ച് ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇരിക്കണ നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു 80% ആൾക്കാരും കുട്ടികളുള്ളവരാണ്, കല്യാണം കഴിച്ചവരാണ്. ഏകദേശം മുഖത്ത് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അല്ലാത്തത് കുറച്ച് ആൾക്കാരുണ്ടാവും. നമുക്കിപ്പോൾ എന്തായാലും ഒരു കുട്ടി ഉണ്ടാവും, 2 കുട്ടി ഉണ്ടാവും, 3 കുട്ടി ഉണ്ടാവും. ഭാര്യ ഗർഭിണി ആയവരുണ്ടാവും, പുതിയ കല്യാണം കഴിച്ചിട്ട് കുട്ടിയാവാൻ വേണ്ടി ദ്വാരക്കണവരുണ്ടാവും. ഒക്കെ റെഡി. എന്തിനാ കുട്ടി? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തിനാ കുട്ടി? എന്തിനാ കുട്ടി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം കൽബക്ക് വരെ വയസ്സാവുമ്പോൾ നോക്കാൻ എന്നാണ്. നാളും പ്രായമായിട്ട് ഒരു മൂലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രി കിടക്കുമ്പോൾ മരുന്നെടുത്ത് തരാൻ ഒരു കുട്ടി വേണ്ടേ എന്നാണ് ആദ്യം കൽബിൽ. അതിലൊരുപാട് പ്രശ്നമുണ്ട്. ഒന്ന്, പ്രായമാകുമ്പോൾ ആശുപത്രിയിൽ കിടക്കണം എന്ന് ആദ്യം തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ അഡ്മിറ്റ് ആകാതിരിക്കുക? അതായത് രോഗിയായി തുടരുന്നതിൻ്റെ കാരണം രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ഞാൻ ഈ പറയണ നിങ്ങൾക്ക് മനസ്സിലായാൽ ജീവിതത്തിലെ വലിയ സൗഭാഗ്യവും. രോഗിയായി തുടരുന്നതിൻ്റെ കാരണം രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കല്യാണ നിശ്ചയത്തിന് കൂടിയിട്ട് ഷുഗർ ഇല്ല എന്ന് പറഞ്ഞാൽ ഓന് നിശ്ചയത്തിന് പറ്റൂല എന്നാ വിചാരം. ഷുഗറൊക്കെ അത്യാവശ്യത്തിനുണ്ട് എന്ന് പറഞ്ഞാലേ ഒരു ഗെറ്റപ്പ് ഉള്ളൂ എന്ന് വിചാരിക്കണോണ്ടാണ് ആ സംഗതി മാറാത്തത്. രോഗിയായി തുടരുന്നതിൻ്റെ കാരണം രോഗിയായി തുടരാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് ഞാൻ പറയുന്ന സംഗതി. എല്ലാവരും പരിശോധിച്ച് നോക്കളിയും. ബൈപ്പാസൊക്കെ കഴിഞ്ഞത് എത്ര റാഹത്തിലാ പറയാന്നറിയോ? ബൈപ്പാസൊക്കെ കഴിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ആന ഉണ്ട് എന്നൊക്കെ പറയും പോലെ പറയാം. വല്ലിപ്പാക്കും ഉണ്ടായിരുന്നു ഒരു ആന, എനിക്കും ഉണ്ട് ഒരാന എന്നൊക്കെ പറയണതിൻ്റെ ഉഷാറിലാണ് ബൈപ്പാസ് കഴിഞ്ഞതാണ്. ബൈപ്പാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നെഞ്ഞ് കീറിയിട്ടുണ്ട്. അയക്കുള്ള രക്തസഞ്ചാരം ക്ലിയർ അല്ലാത്തതുകൊണ്ട് വേറെ റോഡ് ഉണ്ടാക്കി വെച്ചതാണ്. എപ്പോഴാ ബന്ധാവുക എന്നറിയില്ല. ഇതാണ് ഇപ്പം ഈ പറയുന്ന സാധനം. പക്ഷെ അതാ പറയണതിൻ്റെ ഒരു ചൊറുക്കുണ്ടല്ലോ. ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല എന്നാണ് ആ പറയണതിൻ്റെ അർത്ഥം. പക്ഷെ അത് ഭയങ്കര അഭിമാനത്തിലാ പറയാ. മനസ്സിലായില്ല തോന്നുന്നുണ്ട്. ചിരിക്കണില്ല. എല്ലാതും അങ്ങനെ മനസ്സിലാവും വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് ആക്കത്തിനൊക്കെ മനസ്സിലായാൽ മതി. ചിലതൊക്കെ അങ്ങനെയാണ്. ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ലോ. അതാണ് ഇത്ര അഭിമാനത്തിൽ പറയണത്. എന്ത് ഷുഗർ ഉണ്ട്, 250 മേലൊക്കെ ഉണ്ട് എന്ന്. കുറെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്. എന്താ അഭിമാനം കൂടി വരികയല്ലേ? കുറെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങി. അപ്പൊ രോഗിയായി തുടരുന്നതിൻ്റെ കാരണം രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിടത്തോളം പൈസ മുഴുവൻ ആശുപത്രി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഇത് ആശുപത്രിയിൽ കൊടുക്കാനാണ് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാണ്, സൗദിയിലാണ്, അല്ലെങ്കിൽ വേറെ എവിടെയാണ്, അല്ലെങ്കിൽ ഒമാനിലാണ്, അല്ലെങ്കിൽ കുവൈത്തിലാണ്, എവിടെയാട്ടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാണ്. 10,000 റിയാല് അല്ലെങ്കിൽ 10,000 ദിർഹം ശമ്പളമുണ്ട്. 8 കൊല്ലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. മുതലാളിനോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, മുതലാവില്ല എന്ന് പറഞ്ഞു. അല്ല ഇജ്ജ് പോകല്ലേ, എങ്ങനെയും നിൽക്കുക. എനിക്കൊരിക്കലും മുതലാവില്ല, ഞങ്ങൾ ഖുറൂജ് അടിച്ചാണ് ഞാൻ പോവുകയാണ് പറഞ്ഞു. ഇജ്ജ് പോയാൽ ഞാൻ ആകെ സ്വീപ്പാവും, ഇജ്ജ് എങ്ങനെയും നിൽക്കുന്നു. എന്നാ പിന്നെ നിൽക്കുക, എനിക്ക് 12,000 ശമ്പളം വേണമെന്ന് പറഞ്ഞു. ഒരു 10 ആക്കി തരടാ. വേണ്ട 10 പോരാ,
ഒരാശുപത്രി കേസ് വന്നാൽ തികയില്ല, അതുകൊണ്ട് 12 തന്നെ വേണമെന്ന് പറഞ്ഞു, നിർബന്ധിച്ചു. അയാൾ 12 കൊടുത്തു, ഇവൻ 12 വാങ്ങും ചെയ്താൽ മാസാമാസം 2000 ആശുപത്രിയിലേക്കായിരിക്കും. കാരണം ഈ 2000 അവൻ വാങ്ങുന്നത് ആശുപത്രിയിൽ കൊടുക്കാനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളെ ജീവിതം മൊത്തം വിജയിച്ചു. കുട്ടികൾ വയസ്സാവുമ്പോൾ നോക്കാനാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നഴ്സിൻ്റെ ക്വാളിറ്റിയേ ഉണ്ടായിരിക്കുകയുള്ളൂ. വയസ്സാവുമ്പോൾ നോക്കാൻ നഴ്സ് മതിയാകും. എന്നിട്ട് പിന്നെ ആ കുട്ടിനെ IAS എൻട്രൻസിന് തൃശ്ശൂരിലാണെന്നുണ്ട് എന്താ കാര്യം? നഴ്സിങ്ങിനുള്ള എൻട്രൻസ് ആണെങ്കിൽ ഓക്കെ, കാരണം അത് വയസ്സാകുമ്പോൾ നോക്കാനാണല്ലോ നീയത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ആദ്യം വേണ്ട എന്താ വെച്ചാൽ നീയത്ത് ക്ലിയർ ആക്കണം. കുട്ടികൾ നേരാവണമെങ്കിൽ പല നീയത്തും വെക്കാം, പക്ഷെ എല്ലാ നീയത്തിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മളെ പിന്നെ ജിഫ്രി തങ്ങൾ വാപ്പാൻ്റെ ഒരു പ്രസംഗത്തിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് കേട്ടു. ഒരു സ്ഥലത്ത് പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു കുട്ടീനെ കൊടുന്നു. തങ്ങൾ വാപ്പ കുട്ടീനെ ഹിഫ്ദിന് പഠിപ്പിക്കുകയാണ്, ഹാഫിദാവാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാടാ ഹാഫിദാകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓൻ്റെ കാരണവർ ഷാർജയിലാണ്, അവിടുന്ന് എപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് ഹാഫിദാക്കണം, ഇവിടെ നല്ല ചാൻസാണ് ഹാഫിദീങ്ങൾക്ക് എന്ന് പറഞ്ഞു എന്നാണ്. ഷാർജയിൽ നല്ല ചാൻസാണ് ഹാഫിദീങ്ങൾക്ക് എന്നുള്ളതിന് ഹാഫിദാക്കിയാൽ എവിടേക്കപ്പോൾ ഇതൊക്കെ എത്തുക? അപ്പോൾ എന്തിനാന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. എന്ത് എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിന് എന്നത്. അപ്പം എന്തിനാ കുട്ടീൻ കറക്റ്റായിരിക്കണം സംഗതി. അപ്പം ഹാഫിദാക്കാൻ ആലിമാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ചെറിയ ഉദവിയാക്കിയാൽ എന്താ? ഉദവിയാക്കിയാൽ ഗൾഫിൽ കോർട്ടിൽ വരെ ജോലി കിട്ടും. വാഫിയാക്കിയാൽ എന്താ? വാഫിയാക്കിയാൽ പിന്നെ ഒരു B.Ed കൂടിയാണ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലിപ്പാൻ്റെ സ്കൂളിൽ കയറാം. ഇങ്ങനെ ഓരോന്നിനുണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു കറക്റ്റ് കാര്യം എപ്പോഴും കരുതണം. അതിന് ഏറ്റവും നല്ലത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് വർദ്ധിക്കാൻ എന്ന് നിയ്യത്ത് ചെയ്യലാണ്. മുഹമ്മദ് നബിയിൽ കണക്ട് ചെയ്ത കാര്യം മാത്രമാണ് 100% വിജയിക്കുക. അല്ലാത്തതിനൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പം എന്തിനാ കുട്ടി? അപ്പം മക്കൾ നന്നാവണം, എല്ലാവരും ഇപ്പം തന്നെ ശരിയായിക്കാളി. എന്തിനാ കുട്ടി? 120 വരി സ്വർഗത്തേക്ക് നാളെ അങ്ങനെ വരി നിൽക്കും. അതിൽ 80 വരി മുസ്തഫായ നബി തങ്ങളുടെ ഉമ്മത്താണ്. ഊരക്ക് കയ്യൊടുത്തിട്ട് അവിടെ ചെന്നിങ്ങനെയാണ് നോക്കുമ്പോൾ ഒരു 4 ഞമ്മളതില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നം തന്നെ ഇക്കാരം. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ വർധനവിന് വേണ്ടിയാണ് കുട്ടി എന്ന നീയത്താണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. 5 കാര്യം ചെയ്താൽ കുട്ടികൾ നേരാവുന്ന ഞാൻ പറയണേ. ഒന്ന് നീയത്ത് ശരിയാക്കുക. അപ്പോൾ വയസ്സാകുമ്പോൾ നോക്കാൻ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ചെറുപ്പത്തിൽ നമ്മളെ നോക്കിയാൽ അള്ളാഹു തആലാക്ക് വയസ്സാകുമ്പോൾ നോക്കാൻ ഒരു ഇടങ്ങേറുമില്ല. അത് അള്ളാഹിനെ പറ്റിയുള്ള ധാരണ പെശകാണ്. എനിക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടായില്ലെങ്കിൽ വയസ്സാവുമ്പോൾ പടച്ചോനാകെ ഇടങ്ങാറാവൂലേ? കുട്ടിയായിരുന്നപ്പോൾ നിന്നെ നോക്കാൻ പടച്ചമ്പനാനൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ വയസ്സന്മാരെ നോക്കുന്നതിനേക്കാൾ പ്രയാസമാണ് കുട്ടികളെ നോക്കാൻ എന്ന് ഇപ്പം മനസ്സിലായില്ല നിങ്ങൾക്ക്? നേരത്തെ മരിക്കുമ്പോൾ ഒന്ന് തിരിച്ചാൻ വേണ്ടി വന്നപ്പോൾ. അപ്പോൾ ഒരു വയസ്സം വരില്ലല്ലോ. വയസ്സന്മാരെ നോക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. ആ നേരത്തെ അള്ളാഹു തആല നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കണോടത്തുനിന്ന് കണ്ട് വീഴുമ്പോൾ അതിന് കാലോടിയാണ്. കുട്ടികൾ സ്റ്റേജിമെന്ന് വീണിട്ട് ഒന്നും പറ്റണില്ല. എന്തേ? വലുതാവുമ്പോൾ നമുക്ക് കുറേയൊക്കെ തോന്നുകയാണ് എൻ്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ ആയിട്ടുണ്ട് എന്ന്. എന്നാൽ പിന്നെ ചൊന്നാൽ നോക്കിക്കൂടെ എന്നാണ്. പക്ഷെ കുട്ടികൾക്ക് ആ തോന്നലില്ലാത്തതുകൊണ്ടാണ് വീഴുമ്പോൾ കാല് മുറിയാത്തതിൻ്റെ കാരണം. തന്നെയാണ് സംഗതി. അപ്പോൾ അള്ളാഹു തആല ഏതും നോക്കാൻ റെഡിയാണ്, അള്ളാഹു തആല ഏത് ഏറ്റെടുക്കാൻ റെഡിയാണ്. ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ ഒന്നാമത്തെ നീയത്ത് കറക്റ്റാക്കുക. രണ്ടാമത്തെ കാര്യം സന്തോഷപൂർവ്വം സ്വീകരിക്കുക മക്കളെ. ഇടങ്ങേറായിട്ട് മേടിച്ചതാകരുത്. 3 കൊല്ലത്തിന് വേണ്ടാന്ന് കരുതിയത് പെണ്ണുങ്ങൾക്ക് ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ കാട്ടുക? പടച്ചോൻ തന്നതല്ലേ, വാങ്ങല്ലാതെ ഇപ്പം എന്താ കാട്ടുക? ഇതാണ് സംഗതി. വിഷയം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? സന്തോഷപൂർവമല്ല പലപ്പോഴും മക്കളെ സ്വീകരിക്കുന്നത്. പടച്ചോൻ തന്നതല്ലേ, എന്താ ഇപ്പം കാട്ടുക? ഇടങ്ങേറായിട്ട് സ്വീകരിക്കുകയാണ്. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഈ പടച്ചോൻ തന്നതിൻ്റെ പേരിൽ എടുക്കുന്നുണ്ട്. നമുക്ക് കുറേ സാധനങ്ങളുണ്ട്. 50,000 ഉറുപ്പിക കിട്ടി. 50,000 ഉറുപ്പിക ഇട്ടിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, സൂപ്പർ മാർക്കറ്റിൽ ഒരു 5,000 ഉറുപ്പിക കൊടുക്കാണ്ട് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഡ്രസ്സ് എടുത്തത് കുറേ ആയിട്ടുണ്ട്. നല്ലൊരു ചുരിദാറും
നല്ലൊരു മാക്സി ഒരു പർദ്ദയൊക്കെ കൂടി എടുക്കണം, ഒരു 5000 ഉറുപ്പ്യ എന്തായാലും അതിന് വേണം. 10000 ഉറുപ്പ്യ, ബാക്കി ഒരു 40000 ഉറുപ്പ്യ ഉണ്ട്. ഒരു 10 ഉറുപ്പ്യ ഒന്ന് എടുത്തേക്കണം, ബാക്കി ഒരു 30000 ഉറുപ്പ്യക്ക് സിറ്റ് ഔട്ട് ടൈൽസ് ഇടണം. ഇതാണ് പരിപാടി. അങ്ങനെ നല്ല ടൈൽസ് നോക്കാൻ വേണ്ടി പോയി. നല്ല ടൈൽസൊക്കെ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് മാർബോണൈറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ച് വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് കായ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ പോക്കറ്റിൻ്റെ അടിയിലുണ്ട് ഒരു ഓട്ട. അപ്പം ഇക്കണു സാധനം. അപ്പോഴാണ് ഓൻ പറയുക, എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ. 50000 ഉറുപ്പ്യ മിഞ്ഞാന്ന് കിട്ടിയത് പടച്ചോൻ്റെ വിധിയല്ല, ഇത് ഓട്ടയിൽ കൂടെ ചാടിയത് മാത്രം പടച്ചോൻ്റെ വിധിയായി. ഇതന്നെയാണ് പ്രശ്നം. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടാകുന്നത് പടച്ചോൻ്റെ വിധിയാണ്. 23.5 മണിക്കൂർ ഒന്നുമില്ലാതെ നടന്നത് പടച്ചോൻ്റെ വിധിയല്ല. ഇതന്നെ സംഗതി പറയണത്. ഇത് നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സംഭവിക്കുന്നുണ്ട്. എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ വിധിയല്ലേ. വെള്ളം വാരാൻ വേണ്ടി, വെള്ളം കോരാൻ വേണ്ടി മറിയാമോ കിണറ്റുംകരക്കൊക്കെ ചെന്നപ്പോൾ റംലാനെ കണ്ടപ്പോൾ പറഞ്ഞു, റംലേ സംഗതി പറ്റിച്ചു എന്നാ തോന്നണത് കേട്ടോ, ഈ മാസം കുളി ഉണ്ടായിട്ടില്ല. പിന്നെ ആ കുട്ടി എങ്ങനെ നമ്മളെ പറ്റിച്ചാതിരിക്കുക? സിറാത്ത് പാലം കിടക്കുമ്പോൾ കയ്യമ്മ പിടിക്കാനാന്നാ നമ്മളെ വിചാരം. പക്ഷെ അത് വയറ്റിൽ കടന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് പറ്റിക്കാൻ വരുന്ന സാധനമാണ് എന്നാ. സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നില്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് വലിയൊരു പ്രശ്നമാണ്. മക്കളെ സന്തോഷപൂർവ്വമല്ല നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇടങ്ങേറായിട്ട് വേറെ വയ്യിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്നാണ്. 20 ദശലക്ഷം ഇനം ജന്തുക്കൾ അള്ളാന്റെ ദുന്യാവിലുള്ളതിൽ കുട്ടികൾ ഉണ്ടാകരുത് എന്ന് കരുതി ഇണചേരുന്ന ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. വേറെ ഒരു ജീവിയും മക്കളുണ്ടാവരുതേ എന്ന് കരുതി ഇണചേരാറില്ല എന്നതാണ്. അതുകൊണ്ട് കുട്ടികളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നല്ല പേരിടുക എന്നുള്ളതാണ്. നല്ല പേരിടുക എന്ന് പറഞ്ഞാലേ നല്ല ഉദ്ദേശത്തിൽ പേരിടുക എന്നാണ്. എന്തിട്ടു എന്നല്ല, എന്തിനിട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പേരിട്ടു, ആ പേര് എന്തിനിട്ടതായിരുന്നു? അബ്ദുൽ മുത്തലിബ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരിട്ടപ്പോൾ ഖുറൈശികൾ ചോദിച്ചല്ലോ, എന്തേ ഈ പേരിട്ടത്? അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അറത്തു അൻ യഹ്മിദഹു മൻ അലൽ അബ്റാർ, ഭൂമി ലോകത്തുള്ള എല്ലാവരും ഈ കുട്ടിയെ സ്തുതിക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അതിനാണ് ഈ പേരിട്ടത്. വാസ്തവത്തിൽ സംഭവിക്കാതാണ്. മഹ്ശറയില് കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടാവും, കോടാനക്കോടിക്കണക്കിന് മനുഷ്യന്മാര്. അവര് ആദം വല്ലിപ്പാൻ്റെ അടുത്ത് പോവും, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, നൂഹ് നബി, എല്ലാ അമ്പിയാക്കളടുത്തും പോയിട്ട് നിങ്ങളൊന്ന് പറയോ ഈ ചെമ്പിൻ്റെ തറയുന്നൊന്ന് കഴിച്ചലാവാന്? ആ പറയാൻ പോണേല് ഫിറഔനുണ്ട്, നമ്രൂദുണ്ട്, ഖാറൂനുണ്ട്, അബൂജാഹിലുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടുന്ന് ഒന്നാണ് പോയാൽ മതി, നരകത്ത് കായാലും വേണ്ടില്ല, നിങ്ങളൊന്ന് പറയോന്ന്. എല്ലാവരും കൊണ്ട് കൈയൊഴിയും. അവസാനം മുഹമ്മദ് നബിയുടെ അടുക്കൽ ചെല്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങളല്ലാതെ വേറെ ആരുമില്ല, ഒന്ന് പറയുമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞോളാറ്. വാസ്തവത്തിൽ 50,000 കൊല്ലം മനുഷ്യനെ ചെമ്പിന്റെ തറയിൽ നിർത്തി എടങ്ങാറാക്കുമ്പോ അല്ലാഹു തആല റഹ്മാനും റഹീമും തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. പിന്നെ എന്തിനാണ് ഈ പണി കാട്ടുന്നത്? മുഹമ്മദ് നബിയെ ലോകത്ത് എല്ലാ മനുഷ്യരും സ്തുതിക്കുന്ന രംഗത്തിൽ മാത്രമേ ഹിസാബ് ആരംഭിക്കുന്നുള്ളൂ. എന്തേ കാരണം? അബ്ദുൽ മുത്തലിബ് പേരിട്ടപ്പോൾ എന്ത് കരുതിയിരുന്നു? അറത്തു അൻ യഹ്മിദഹു മൻ അലൽ ഖബറാ. പേര് പോലെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. പേര് വളരെ പ്രധാനമാണ്. അപ്പോൾ പേര് നല്ല പേരിടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പരിപാടിയുണ്ട്. അറബിയിൽ 28 അക്ഷരങ്ങളാണ്. വേറൊരു അഭിപ്രായത്തിൽ 29 അക്ഷരമുണ്ട്. ലാമലിഫ് എന്നുള്ളൊരു അവസാനത്തെ അക്ഷരം കൂടിയുണ്ട്. അറബിയിലുള്ള 28 അക്ഷരത്തിൽ നിന്ന് നമുക്കിഷ്ടമുള്ള 3 അക്ഷരം കൂട്ടിങ്ങാണ്ട് അതിൻ്റെ അർത്ഥം അങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഉസ്താദ് പറ്റ മോശക്കാരനായി. ഉസ്താദ് ഇപ്പോൾ ഡിക്ഷണറി മുഴുവൻ കാണാതെ പഠിച്ചിങ്ങാണ്ട് നടക്കല്ലേ. ഇനി അത് മാത്രമല്ല, ഈ പറയണ സാധനത്തിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. അത് ഞാൻ അറബിയിൽ മാത്രമല്ല ഏത് ഭാഷയിലും ഇല്ല. ഇപ്പം ചെന്തുക്കാരൻ എന്നുള്ളതിൻ്റെ അർത്ഥങ്ങൾ മലയാളം ഡിക്ഷണറിയിലൊന്ന് കാണിച്ചു തന്നാണ്. ഇന്ന ചെന്തുക്കാരൻ. പോത്താമ്പി എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്ന് കാണിച്ചു തന്നാണ്. ഇന്ന
പോ എന്നുള്ളത് മലയാളമല്ലേ, താ എന്നുള്ളത് മലയാളമല്ലേ, ബി എന്നുള്ളത് മലയാളമല്ലേ. എന്നാ പോത്താമ്പി ഏതെങ്കിലും ഡിക്ഷണറി തിരഞ്ഞാൽ കാണുമോ? കിട്ടൂല. നമ്മളൊരു 3 അക്ഷര അറബി കൂട്ടിങ്ങായതിൻ്റെ അതിൻ്റെ അർത്ഥം തിരഞ്ഞാൽ എവിടുന്നാ കിട്ടുക? ഐക്കേറെ ആദ്യം തന്നെ അർത്ഥമുള്ളത് ഇടലല്ലേ നല്ലത്. അപ്പം അങ്ങനെയല്ലോ. ഇനി പേരിടുക എന്ന് പറയുമ്പോൾ നല്ല പേര് എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥമുള്ളതൊന്നുമല്ല, നല്ല ചരിത്രമുള്ള പേര്. അതാണ് 1-ാം സ്ഥാനത്ത് വരുന്ന പേര്. ഇത് ആരെ പേരാണ് എന്ന് പഴയകാലത്തെ മനുഷ്യന്മാർ നന്നായതിൻ്റെ പ്രധാന കാരണം പോലെ പേരെന്നെയാണ്. ഒരു 10 പേരങ്ങനെ നോക്കിയാൽ അതിലൊന്ന് മുഹിയുദ്ദീൻ ഉണ്ടാവും, അല്ലെങ്കിൽ മീദീൻ ഉണ്ടാവും, മൊയ്തുണ്ടാവും, മീദീൻ കുട്ടി ഉണ്ടാവും, കുഞ്ഞി മെയ്തി ഉണ്ടാവും. ഇതൊക്കെ സാധനം ഒന്നാണ്, അസ്ല് കൊണ്ട് ഒന്നാണ്. ആ പേരിൻ്റെ ഗുണം ഓൽക്കുണ്ടാവും. 10 വീട്ടിൽ നോക്കിയാൽ ഒന്ന് അബൂക്കറുണ്ടാവും, പോക്കറുണ്ടാവും, ബക്കറുണ്ടാവും, കുഞ്ഞിപ്പോക്കറുണ്ടാവും. ഇതൊക്കെ സാധനം ഒന്നാണ്. അതിൻ്റെ ഗുണം ഉണ്ടാവും. പേരിൻ്റെ ഗുണം എന്തായാലും മനുഷ്യനുണ്ടാവുമെന്ന്. അപ്പം എന്ത് ഉദ്ദേശത്തിലാണ് പേരിട്ടിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ പേര് കണ്ടാൽ ഏകദേശം അവൻ്റെ സ്വഭാവം അറിയാൻ വേണ്ടി പറ്റും. മഹാനായ ശംസുൽ ഉലമൻ്റെ അടുത്ത് എൻ്റെ നാട്ടിൽ ഞങ്ങളെ മദ്രസൻ്റെ സെക്രട്ടറി ഉണ്ട് അബൂബക്കർ. അവർ കുറേ മുമ്പ് ശംസുൽ ഉലമനെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ പോലെ മുമ്പിൽ ഇങ്ങനെ ശംസുൽ ഉലമൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അബൂബക്കർ ലേശം ബാക്കിലിരുന്നു. അപ്പം ഇങ്ങനെ ഓരോരുത്തരും പേരിങ്ങനെ ചോദിച്ചു, എൻ്റെ പേരെന്താ, എൻ്റെ പേരെന്താ, എൻ്റെ പേരെന്താ, അങ്ങനെ ഓരോരുത്തരും പേര് ചോദിച്ചു. അവസാനം അബൂബക്കറിൻ്റെ അവിടുത്തെ അബൂ എന്നാണ് വിളിക്കുക, പേര് അബൂബക്കർ എന്നാണ്. അബൂവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എൻ്റെ പേരെന്താ ചോദിച്ചപ്പോൾ അബൂബക്കർ എന്നാണ് പറഞ്ഞു. ഒന്നങ്ങോട്ട് മുന്നിക്കുവാന്ന് പറഞ്ഞു. പേര് അബൂബക്കറായിട്ട് പിന്നെ പോയിരിക്കുകയെന്ന് ചോദിച്ചു. മുന്നിക്ക് ഇരിക്കാൻ പറഞ്ഞു. 3-ാം തവണയും ഞങ്ങളുടെ മദ്രസയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പേരിൽ ചില കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതാണ് നല്ല പേരിടുക എന്ന് പറഞ്ഞാൽ. പിന്നെ അത് പറയും അടുത്തത് പേരിൻ്റെ അർത്ഥം ചോദിക്കലേക്കാരം വാട്സപ്പിലെ പരിപാടി കിട്ടൂല, എൻ്റെ ഒന്നും കിട്ടൂല. സബീന മറിച്ച് വെച്ചാൽ അതിൽ ബദരീങ്ങളെ പേരുണ്ടാവും. പറ്റുന്നത് നോക്കിയിട്ട് ബദരീങ്ങളെ പേരാണെന്ന് കരുതിയിട്ട് ഇട്ടോളി. 1,24,000 അമ്പിയാക്കളെ അള്ളാഹു തആല അയച്ചിട്ടുണ്ട്. 25 ആളെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് പറ്റുന്നത് നോക്കിയിട്ട് ഇട്ടാളി, ഒരു കുഴപ്പമില്ല. നമുക്ക് അതൊന്നുമല്ല നോട്ടം. വാപ്പാൻ്റെ പേരുമെന്നൊരക്ഷരം, ഉമ്മാൻ്റെ പേരുമെന്നൊരക്ഷരം, കുഴപ്പമൊന്നുമില്ല. നല്ല കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെതിരൊന്നുമല്ല. മനുഷ്യൻ കേൾക്കാൻ പറ്റിയ പേരാവണം, അതൊക്കെ വേണ്ട തന്നെയാണ്. മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ പേരാവണം, മനുഷ്യന്മാർ കേൾക്കാൻ പറ്റിയതാവണം. പേരിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെ വേണം. പക്ഷെ ചരിത്രവുമായി അതിനെ ബന്ധപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആരുടെ പേര്? നഫീസത്തുൽ മിസ്രിയയുടെ പേര്, റാബിയത്തുൽ അദവിയയുടെ പേര്, ഫാത്തിമ ബീവിൻ്റെ പേര്, ആയിഷ ബീവിൻ്റെ പേര്, സൈനബ ബീവിൻ്റെ പേര്, എന്താണോ പേര് അപ്പം നല്ല പേരിടുക എന്ന് ചുരുക്കം. അത് പ്രധാനമാണ്. അതാണ് 3-ാമത്തെ. 4-ാമത്തെ കാര്യം ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം തിന്നാൻ കൊടുക്കുക. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം തിന്നാൻ കൊടുക്കുക. ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബാണ്. ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബാവണം. എല്ലാ ഹലാലും ത്വയ്യിബാവൂല, എല്ലാ ത്വയ്യിബും ഹലാലായിരിക്കും. എല്ലാ ഹലാലും എന്തല്ല? ത്വയ്യിബല്ല. എല്ലാ ത്വയ്യിബും ഹലാലാണ്. ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകാം. ഇത് പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണ്ടെന്ന് കരുതിയിട്ടാണ് പോന്നതാണ് എന്നും പറയാം. പക്ഷെ ചോറ് കഴിക്കരുത്, അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിക്കരുത്. പിന്നെ ചില സമയത്ത് കഴിക്കൽ അഭിമാനമായി മാറുന്ന സ്ഥലം ഉണ്ടാവും, അങ്ങനത്തെ സ്ഥലത്ത് കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കരുത്. അഭിമാനമില്ലാത്ത ഭക്ഷണം ത്വയ്യിബാവൂല. വയലൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പെരേ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, തൃശ്ശൂരായിരുന്നു, ഇപ്പോൾ വന്നിട്ടുള്ളൂ, മോലിയർക്ക് ചിലവ് വേണമെന്ന് ഓല് ഇപ്പോഴാണ് അങ്ങോട്ട് വിളിച്ചുങ്ങാണ്ട് പറയണത്. ഓലൊക്കെ വേണ്ട പണിയുണ്ട്, പിന്നെ നമ്മൾ തയ്യാറാക്കല്ലാതെ വേറെന്താ കാട്ടുക. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിലാണ് വന്നിട്ടുള്ളത്, പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് പറഞ്ഞു. അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല. ത്വയ്യിബാവൂല, ത്വയ്യിബാവൂല. അതുതന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് ത്വയ്യിബായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. ഹലാലായ എല്ലാ സാധനവും ത്വയ്യിബാവൂല, ത്വയ്യിബേ കഴിക്കാവൂ. ഹലാല് ജായിസാണ്, നന്നാവണമെങ്കിൽ ത്വയ്യിബായിരിക്കണം. ഇതിപ്പോൾ എന്താ വെച്ചാലേ ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട്
ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിറ്റിട്ട് അതുകൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ട് പള്ളിക്കൊക്കെ 250 റുപ്യ. സാധനം ചൈനയിൽ നിന്ന് ഇറക്കിയത്. എന്നിട്ട് സ്റ്റിക്കർ ഇവിടെ പ്രസ്സിൽ നിന്ന് പ്രിന്റ് ചെയ്തിക്കാണ് ജപ്പാൻ. എന്നിട്ട് അത് ഒട്ടിച്ചാണ്ട് വിറ്റിക്കുക. എന്നിട്ട് അയിമന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് കുട്ടികൾ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും സിറാത്ത് പാലത്തുമ്മ കിടക്കുന്നവരും ഹാഫിളീങ്ങളും മാതാപിതാക്കൾക്ക് ഉപകാരമുള്ളവരുമായി തീരാൻ വേണ്ടി പള്ളിയിലേക്ക് 250 രൂപ. 250 റുപ്യ കൊടുത്തോളി, അതിന് കുഴപ്പമൊന്നുമില്ല. ആദ്യം ഹലാലും തയ്യിബുമായി തിന്നാൻ കൊടുക്കണം, എന്നിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതാണ് 4-മത്തെ കാര്യം. 5-മത്തെ കാര്യം, മക്കൾ നന്നാവാൻ 5-മത്തെ കാര്യം, മുഅ്മിനീങ്ങളെ കുറച്ചൊക്കെ ഇങ്ങോട്ട് മഴ ഇല്ലാത്തടത്തൊക്കെ മാറിയിരിക്കുക, ലേശം കൂടിയും കർട്ടൻ്റെ അടുത്തൊക്കെ അടുത്തിരിക്കുക, എന്നിട്ട് ഈ പറയണത് കേൾക്കുക. या नबी सलाम अलैकुम, या रसूल सलाम अलैकुम, या हबीब सलाम अलैकुम, सलावातुल्लाह अलैकुम, मरहबा या नूर ऐनी, मरहबा जद्दल हुसैनी, मरहबा अहलन व सहलन, मरहबा या खैर दाई. മോമിനിങ്ങളെ, സഹോദരങ്ങളെ, മക്കൾ നന്നാവാൻ 4-മത്തെ കാര്യം ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കുക. മക്കൾ നന്നാവാൻ 5-മത്തെ കാര്യം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഇമ്മാന്റെയും വാപ്പാന്റെയും അത്രേ മക്കൾക്ക് ഉപകാരം ചെയ്യുന്ന വേറെ ദുആ ഇല്ല. ഉമ്മാരും മനസ്സറിഞ്ഞ് ദോരുന്ന എല്ലാ കുട്ടികളും സ്വാലിഹീങ്ങളായിട്ടുണ്ട്. ഉമ്മാര് മനസ്സറിഞ്ഞ് ദോരുന്ന എല്ലാ കുട്ടികളും നന്നായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം ഉമ്മാന്റെ ദുആയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം ഉമ്മാന്റെ ദുആയാണ്. ഉമ്മാര് മനസ്സറിഞ്ഞു നോക്കിയ എല്ലാ കുട്ടികളും നേരായിട്ടുണ്ട്. നമ്മൾ ഹജ്ജിനും ഉംറക്കും പോയാല് മക്കത്തുനിന്ന് വരുമ്പോ കന്നാസിൽ സംസം വെള്ളം കൊണ്ടുവരും. വാപ്പാക്ക് ആശുപത്രി കിടക്കുമ്പോ കുടിക്കാന്, ഭാര്യ ഗർഭിണിയായി പ്രസവത്തിന് അഡ്മിറ്റാക്കിയ കുടിക്കാന്, വല്ലിപ്പ മരിച്ചുമ്പോ തൊട്ടുകൊടുക്കാന് സംസം വെള്ളം കൊണ്ടുവരും. അതിന്റെ പിന്നില് ഒരു ഉമ്മ കുട്ടിക്ക് വേണ്ടി ദുആറുന്ന ഒരു ദുആയാണുള്ളത്. ഒരുമ്മ തൻ്റെ മകന് വേണ്ടി ചെയ്ത ഒരു ദുആയാണ് സംസമിന്റെ പിന്നിൽ കിടക്കുന്ന രഹസ്യം. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തിനാണോ കുടിച്ചത് അതിനെല്ലാം പറ്റുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാത്ത ആളായിരുന്നുവെന്നും തൻ്റെ ഉമ്മാന്റെ ദുആയാണ് ബുഖാരി ഇമാമിന് കണ്ണിന് കാഴ്ച കിട്ടിയത് എന്നും ചരിത്രത്തിൽ കാണാം. ഉമ്മാര് മനസ്സറിഞ്ഞ് ദോരുന്ന എല്ലാ കുട്ടികളും സ്വാലിഹായിട്ടുണ്ട്. സ്വകാര്യം പറയുന്നതും ശ്രദ്ധയിൽപ്പെടുക. രാത്രി കിടന്നുറങ്ങുമ്പോഴും പകൽ സമയത്തുറങ്ങുമ്പോഴും ഒന്ന റൂമിൽ വാതിൽ കുറ്റിയിടാൻ ഇഷ്ടപ്പെടുന്നതായി ശ്രദ്ധയിൽ വരിക. രാവിലെ അടിച്ചു വാരുന്ന സമയത്ത് ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസനയോ പേപ്പർ കത്തിച്ചതിൻ്റെ റൂമിനകത്ത് കാണുക. വീട്ടിൽ മക്കളുടെ താമസിക്കുന്ന റൂമില്
പരിചയമില്ലാത്ത ബോക്സുകളോ പെട്ടികളോ കടലാസുകളോ ശ്രദ്ധയില്ല. പരിചയമില്ലാത്ത പെട്ടികൾ കാണാണ്ട്, ചെറിയ ബോക്സുകൾ, ചെറിയ പെട്ടികൾ, ഇത് ശ്രദ്ധയിൽപ്പെടുക. ഈ 10ൽ ഒരു കാരണമുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗമുണ്ടോ എന്ന് സംശയിക്കുകയും 10ൽ നിന്ന് 3 കാരണം ഒരു കുട്ടിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മയക്കുമരുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും വേണം. അയൽവാസികളല്ല, അവനാൻ്റെ വാപ്പാരെ ഉറപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അയൽവാസികൾ ഉറപ്പിച്ചാൽ പ്രസിഡന്റ് പറഞ്ഞ മാതിരിക്കാരം. അതുകൊണ്ട് ഇതൊക്കെ നോക്കാൻ ഒഴിവുള്ള ചെങ്ങായിൻ്റെ പേരാണ് വാപ്പാന്ന്, നോക്കാൻ ഒഴിച്ചിയുടെ പേരാണ് ഉമ്മാൻ. ഉമ്മാന്റെ ശ്രദ്ധയിൽപ്പെട്ടാല് വാപ്പാനോട് പറയാൻ തയ്യാറുള്ള പെണ്ണിന്റെ പേരാണ് മാതാവ്. അതിന് ഒഴിവില്ലാത്തൊരു പുതിയ ആപ്പിള, പുതിയെണ്ണ്, അതിന് ഈ ആദ്യ പണിയൊന്നും വേണ്ട. പുതിയ ആപ്പിളും പുതിയെണ്ണാകുക എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയം ഒഴിവുള്ള ദിവസം ബുക്ക് ചെയ്യുക, നല്ല മോരിക്കുട്ടിയെ വാങ്ങുക, കുട്ടൻ ബിരിയാണി വെക്കുക, ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി പുതിയാപ്പിളയാവുക, പുതിയെണ്ണാവുക. അപ്പയാകാൻ അത്രയൊന്നും പണി അല്ല, അതിലേറെ വലിയ പണിയാണ്.